അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലെ ഒരു ചിക്കൻ നൂഡിൽസാണ് കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. 200 ഗ്രാമുള്ള ഈ നൂഡിൽസാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഇത് റെസ്റ്റോറൻറ്റിലൊക്കെ ഉപയോഗിക്കുന്ന നൂഡിൽസാണ്. ഇത് എത്ര സമയം കുക്കാവണമെന്ന് ആ പാക്കറ്റിൽ തന്നെ എഴുതിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിൽ എഴുതിയിരിക്കുന്ന ഒരു 5 മുതൽ ഒരു 6 മിനിറ്റ് വേവിക്കണം എന്നാണ്. അപ്പോൾ നമ്മളത് വേവിക്കുന്നതിന് വേണ്ടി ഇതിലേക്ക് ഒരു 6 കപ്പ് വെള്ളവും ഒഴിച്ച് ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പും 1 ടേബിൾ സ്പൂൺ ഓയിലും ചേർത്ത് അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 5-6 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്കതൊന്ന് ഊറ്റിയെടുക്കുന്നതിന് വേണ്ടി ഒരു ഹോൾസുള്ള പാത്രത്തിലേക്കിട്ട് അതിന് മുകളിലൂടെ 2 കപ്പ് തണുത്ത വെള്ളവും ചേർത്ത് മിക്സ് ചെയ്ത് ഊറ്റിയെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾക്ക് ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടി ഒരു 1/4 കിലോ ചിക്കനാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നമ്മൾ ചെറുതായി കട്ട് ചെയ്ത ശേഷം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഉപ്പും ചേർത്ത് പുരട്ടിയ ശേഷമാണ് കേട്ടോ വറുത്തെടുക്കുന്നത്. ഇനി നമ്മൾ നൂഡിൽസ് ഉണ്ടാക്കാനുള്ള പാൻ അടുപ്പിലേക്ക് വെച്ച് നമ്മൾ ചിക്കൻ വറുക്കാൻ ഉപയോഗിച്ച എണ്ണയിൽ നിന്നൊരു 3 ടേബിൾ സ്പൂൺ ഒഴിക്കുക കേട്ടോ. എണ്ണ നന്നായി ചൂടായി വന്ന ശേഷം നമ്മൾ 2 മുട്ടയും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. മുട്ട ഒരുപാട് സമയം വേവിക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ മതിയേ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ആവശ്യമാണ് കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു സവാള, ഒരു ക്യാപ്സിക്കം, 2 പച്ചമുളക്, പിന്നെ 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ ബീൻസ്, ക്യാരറ്റ്, കാബേജുമാണ് കേട്ടോ. വഴറ്റിയ മുട്ടയിലേക്ക് കട്ട് ചെയ്ത് വെച്ച സവാള ചേർത്ത് കൊടുക്കാം. സവാളയൊന്ന് വഴറ്റിയ ശേഷം അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ വെജിറ്റബിൾസ് ചേർത്ത് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കാം. വെജിറ്റബിൾസ് നന്നായി വേവുന്നവരെ ഇളക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു ഹാഫ് കുക്കായ ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പും 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. വെജിറ്റബിൾസ് അത്യാവശ്യം വാടി വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് കയ്യിലുള്ള മാഗി ക്യൂബോ അല്ലെങ്കിൽ മാജിക് മസാലയോ ചേർത്ത് കൊടുക്കാം. മാഗി ക്യൂബുള്ളവർ അത് ചേർത്ത് കൊടുത്താൽ മതിയാവുന്നതാണ്. ഞാനിവിടെ മാഗി മസാലയാണ് കേട്ടോ, മാജിക് മസാലയാണ് ചേർക്കുന്നത്. ഇനി നമ്മൾ 1 ടേബിൾ സ്പൂൺ പെപ്പറും ചേർത്ത് നമ്മൾ വറുത്ത് മാറ്റി വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തൊന്ന് ഇളക്കാം കേട്ടോ. ഇപ്പോൾ ചിക്കനിലേക്ക് അത്യാവശ്യം മസാലപ്പൊടികളൊക്കെ പിടിച്ചിട്ടുണ്ടാവും കേട്ടോ. മസാലയൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ടാവും. ഇനി ഇങ്ങനെ ഉണ്ടാക്കുന്ന നൂഡിൽസിൽ സോയാ സോസ് ഒഴിച്ച് ചെയ്യുന്നവരുണ്ടാവില്ലേ, നമ്മളത് ഒഴിക്കുന്നില്ല കേട്ടോ. അതിന് പകരമാണ് നമ്മൾ മാഗി മസാല ചേർത്തിരിക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് ഊറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ നൂഡിൽസ് നമുക്കിതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. നൂഡിൽസിൻ്റെ എല്ലാ ഭാഗത്തിലേക്കും മസാല എത്തുന്ന പോലെ നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് ടൊമാറ്റോ സോസ് ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്ത് പറഞ്ഞാൽ നമ്മുടെ നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ഈസിയാണ്, ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. ഇഷ്ടമായൊരു സപ്പോർട്ട് ചെയ്യണേ.